ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നെന്താ വെച്ചെങ്കിലേ നമ്മളെ ലീന ബേബിൻ്റെ അല്ലേ കുറച്ച് ഡ്രസ്സെല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടത്. ഓക്ക് തൊട്ടിലിട്ടലിന് കുറച്ച് ഡ്രസ്സെല്ലാം കിട്ടിയിട്ടുണ്ടായിനവേ. അതൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോസും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണിക്കാൻ വിട്ടേവേ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചവേ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നിട്ടുണ്ടാവേ. അപ്പോൾ സംഭവം എന്താ വെച്ചെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സാവേ. ഒന്നും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും വരുമ്പോൾ ഡ്രസ്സായിട്ടും ഷൂസായിട്ടും എല്ലാം കൊണ്ടുവന്നിനവേ. ഇത്ര ചെറിയ കുഞ്ഞിക്കെല്ലാം ഇത്ര നല്ല കളക്ഷൻസിൽ ഏടുന്നു തന്നെ എനിക്ക് അറിയാത്തത്. അത്ര നല്ല ചേല ഡ്രസ്സാവേ എല്ലാം ഉണ്ടായത്, ഒന്നും പറയാനില്ല. അടിപൊളി ഡ്രസ്സാവേ. ഡ്രസ്സ് ഇപ്പോൾ പെണ്ണുപിള്ളേർക്ക് മാത്രമല്ല ഇപ്പം ആണുപിള്ളേർക്കും നല്ല ഡ്രസ്സ് ഉണ്ടാകുന്നു. പക്ഷേ ഈ പെണ്ണുപിള്ള ഡ്രസ്സ് കാണാൻ എന്തോ ഒരു ചേല തന്നെവേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായവേ. എല്ലാ ഡ്രസ്സും എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറയുന്നില്ലേ, അതുപോലത്തെ ഡ്രസ്സാണ് ഉണ്ടായിരുന്നത്. ഇതുപോലത്തെ റോംബറിൽ ഇഷ്ടം പോലെ കിട്ടി. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം ഓരോന്നേ പൊട്ടിച്ചിട്ട് നോക്കുന്നത്. ആ സമയത്തിന് നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നല്ല പറഞ്ഞു തരാം. നല്ല നല്ല ഡ്രസ്സാണ്, എന്ത് ചെയ്യലുള്ള ഡ്രസ്സാണ്. ഡ്രസ്സ് കാണുമ്പോൾ ആശയാണ്, അത്ര തരത്തിലുള്ള ഡ്രസ്സാണ് ഉണ്ടായത്, ഒന്നും പറയാനില്ല. അപ്പോൾ ഡ്രസ്സെല്ലാം വെച്ചാൽ പൊട്ടിക്കാണ്ട് ഞങ്ങളെല്ലാം തൊട്ടിട്ടെല്ലാം കഴിഞ്ഞ ശേഷം രാത്രി പൊട്ടിച്ചാണ്. അപ്പോൾ ആര് കൊടുന്നേ എന്ത് കൊടുന്നതൊന്നും അറിയില്ല. അപ്പോൾ കുറച്ചെല്ലാം അറിയാം, പക്ഷെ ബാക്കിയുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ആര് കൊടുന്നേ എന്ത് കൊടുന്നേ എന്തായെങ്കിലും എന്തോ ഒരു ചേല തന്നെ ഇപ്പോഴത്തെ ഡ്രസ്സെല്ലാം കാണാൻ. എന്ത് രസമല്ല കാണുമ്പോൾ നോക്കി, എന്ത് രസം. കുഞ്ഞു ഫ്രോക്കായെങ്കിലും ഡ്രോംബറായെങ്കിലും പിന്നെ ജീൻസ് ടോപ്പ് അതുപോലെ ഷഡ്ഡിയും ടോപ്പ് എല്ലാം നല്ല ചേലുണ്ട് കൈസ്. അടിപൊളിയല്ലേ, നിങ്ങൾ നോക്കിയാൽ ചേരില്ലേ. ഞാൻ വെറുതെ പറഞ്ഞാൽ നിങ്ങൾ നോക്കണം, എന്തോ ഒരു ചേല തന്നെ. ഈ ഡ്രസ്സ് നോക്കിയാൽ എങ്ങനെയുണ്ട്, ബ്ലാക്കും വൈറ്റ് ആയിട്ടുള്ളത് അടിപൊളിയാവേ. ഇതെല്ലാം ഇട്ടിട്ടുള്ള കയ്യിലെടുക്കാൻ ആശയായിട്ട് കഴിയുന്നില്ല. പിന്നെ എന്താക്കുന്നത്, ഓള് പോയില്ലേ, ഓള് ബാംഗ്ലൂരിലേക്ക് പോയി കൈസ്. അപ്പോൾ അതുകൊണ്ട് ഓൾ ഇൻഷാല്ലാ ഇനി വന്നിട്ട് നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് നോക്കാം എങ്ങനെയുണ്ട്. ഈ വീഡിയോ കാണുന്നവരില്ലേ ഈ ഡ്രസ്സിൽ കൊള്ളുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സ് ചെയ്തെന്ന്. സത്യം പറഞ്ഞെങ്കിൽ അറിയാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യൽ ഡ്രസ്സ് എല്ലാം നോക്കിയേ, ഒന്നിനൊന്ന് മെച്ചപ്പോൾ ഷൂസ്, ഹെയർ ബാൻഡ്, പിന്നെ സോക്സ്, പിന്നെ ബ്ലാങ്കറ്റ് ഒന്നുമില്ല, എല്ലാം ഉണ്ടായിന്. ഇഷ്ടം പോലെ ഷൂസ്, പിന്നെ ബ്ലാങ്കറ്റ്സ്, പമ്പേഴ്സ്, വൈപ്സ്, പിന്നെ സാധാരണ ഹാമ്പറിൻ്റെ ബോക്സ് ആക്കിയിട്ടും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യരുത്, നിങ്ങൾ എന്നെ നോക്കിയാൽ സിമ്പിളായിട്ടുള്ളതുണ്ട്, ഹമ്പിളായിട്ടുള്ളതുണ്ട്, എല്ലാത്തരം അടിപൊളി ഡ്രസ്സാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എത്രയെന്ന് കണക്കുണ്ടായിട്ടാണ്. ഈ പിള്ളേരുടെ ഡ്രസ്സെല്ലാം പൊട്ടിച്ചിട്ട് നോക്കുന്നൊരു പാങ്ങ് പറഞ്ഞവേ ഓരോന്നോരോന്നേ പൊട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറഞ്ഞിട്ടില്ലേ, ഞാനങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുത്ത് തരുമ്പോൾ ഞാൻ അവരോട് കഥ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുള്ളത്. ഞാൻ എന്നെ നോക്കുന്ന പോലെ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ഓർമ്മ എനിക്ക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ കൂടുതലായിട്ടും നേരെ കാണാതായി പോയത്. കാരണം എനിക്ക് ഓരോന്നോരോന്ന് നോക്കിയിട്ട് എന്നെ ആശയിപ്പോയിനവേ. അത്രയും ചേലുണ്ടായിരുന്നു ഡ്രസ്സെല്ലാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയാൻ ആരും മറന്നിട്ടുണ്ടാവേ. അത്ര നല്ല ഡ്രസ്സ്. എൻ്റെ ലിനാൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് അത്ര ആരും ടെൻഷൻ ആക്കണ്ടാവേ. അടിപൊളി ഡ്രസ്സ്. എങ്ങനെയുണ്ട്, എല്ലാ ഡ്രസ്സും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയുന്നില്ല, അങ്ങനത്തെ ഡ്രസ്സ് എല്ലാം ഉണ്ടായിന്. അപ്പോൾ കുറേ കാലമായിട്ട് ഒരു പെണ്ണു കുഞ്ഞിനെ കയ്യിലെടുക്കാത്തത് കൊണ്ടും പിന്നെ അതിനെ ഒരുക്കാനുള്ള ആദ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിന് കേട്ടോ. ആ ഹെയർ ബാൻഡ് വെക്കലും ആ ഷൂസ് ഇടലും ആ കാലിന് കൊലുസിടലും ഒരു ഒന്നൊന്നര വൈബ് തന്നെ. അതെല്ലാം കാണാൻ ആശയാണ്, പക്ഷേ ആ സമയത്തോളം ഇല്ലാതെന്നുള്ള ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ. ഇൻഷാല്ലാ വന്നിട്ടാകുമ്പോൾ നമുക്കോളം അങ്ങനെ എല്ലാം അണിയിക്കാം. പിന്നെ ഇതാ കണ്ടില്ലേ, ഹെയർ ബാൻഡ്സൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ചേല തന്നെ. ഇതെല്ലാം ഇട്ടിട്ട് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും മാഷാല്ലാ. പക്ഷേ ഇതെല്ലാം ഇടുന്ന സമയത്ത് ഒരു ഇടാൻ സമ്മതിക്കുമോ അറിയില്ല കേട്ടോ. ഏകദേശം അതെല്ലാം പറക്കി ചാടാന്തോ നമുക്ക് ആ മാത്രാന്തോ വേറെ ഓരോരോ സമയമാകുമ്പോഴാണ് ഇതെല്ലാം ഇടുന്ന. എത്ര ഒരു 3 months മുതലല്ലേ ഒരു 1.5-2 വയസ്സ് വരെയുള്ള ഡ്രസ്സൊക്കെ കിട്ടീന് കേട്ടോ. അത്രയ്ക്ക് ഡ്രസ്സ് കളക്ഷൻസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ലീന ബേബിൻ്റെ ക്രാഡലിനിട്ട ഡ്രസ്സ്, അത് സൽമ ഡിസൈൻ ആക്കിയ ഡ്രസ്സാണ്, അടിപൊളിയായിട്ടുണ്ടായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഡ്രസ്സായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേണം ഞാൻ വേറെ ഇടാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഓൾ സ്റ്റിച്ച് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതുപോലെ സ്റ്റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഓൾ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ആക്കി തരും കേട്ടോ. അടിപൊളിയായിട്ട് ഡിസൈൻ ആക്കിയിട്ടാണ് കേട്ടോ ഓൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ലതാ, ഇതിൽ 2 വയസ്സ് കഴിയാണ്ട് ഇടാൻ കഴിയും കൈസ്, നിങ്ങൾ തന്നെ പറയാറോ. പക്ഷേ എന്തോ ഒരു ശേലവ, എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് കൂടുതലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല മൊഞ്ചെത്തിയായിട്ടാണ് നമുക്ക് ഇടാം ഇൻഷാല്ലാ. പഠിച്ചവനൊക്കെ ആക്കട്ടെ അത് വരെ. അപ്പോൾ ഇനി എന്താ വെച്ചെങ്കിൽ ബാക്കിയുള്ള ഡ്രസ്സെല്ലാം നിങ്ങൾ കണ്ടിട്ട് വാ. ഓക്കെ.
അങ്ങനെ ഞങ്ങൾ കഥ പറഞ്ഞിട്ട് തീരുന്നില്ല ഗൈസ്. പിന്നെ എന്താക്കുന്നത്, നമ്മൾ കഥ പറഞ്ഞുകൊണ്ടും നോക്കി തന്നെ പിന്നെ നോക്കിക്കൊണ്ടും അങ്ങനെ നിന്നിട്ടാ. ആര് കൊടുന്നേ എന്ത് കൊടുന്നേ അറിയാത്ത ടെൻഷൻ നല്ലോണം ഉണ്ടായിട്ടാ. അപ്പോൾ കൊടുന്നാണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ടാവേ. എല്ലാവരും നോക്കിയിട്ട് കമൻറ്റ് ഇട്ടു. ഇത് ഞാൻ കൊടുന്ന ഡ്രസ്സ് എന്നത് കമൻറ്റ് ഇട്ടാൽ നമുക്കറിയുമല്ലോ. അതൊരു സന്തോഷം പറയുന്നത്. ഓരോരോ കൊടുന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷം കൂടിയാണ്. പിന്നെ ഇതൊരു പമ്പേഴ്സ് ഇട്ടാ. ഇതെല്ലാം കൊടുന്നായിരുന്നു അറിഞ്ഞില്ല, കുറച്ചെല്ലാം കൊടുന്നായിരുന്നു അറിഞ്ഞില്ല, കുറച്ചൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഡ്രസ്സെല്ലാം അടിപൊളിയാണ് കേട്ടോ. കൊടുന്ന തന്നവർക്കൊക്കെ താങ്ക്സ്, ഗിഫ്റ്റ് തന്നവർക്കൊക്കെ ബിഗ് താങ്ക്സ് കേട്ടോ. അടിപൊളി ഡ്രസ്സാണ്, എന്നും പറയാനില്ല, എല്ലാ ഡ്രസ്സും അടിപൊളിയാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏടുന്ന് വാങ്ങിയൊന്നും അറിയില്ല കേട്ടോ. ഓരോരോ കവർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഏടുന്ന് വാങ്ങി എന്ത് വാങ്ങിയെന്ന്. കുറേ ആൾ വാങ്ങിയെടുത്ത കവറിൽ ഇട്ടിട്ടുമില്ല, അതുകൊണ്ട് അതും അറിയുന്നില്ല. എന്നാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അല്ലെങ്കിൽ ഫുള്ളുള്ള ഡ്രസ്സല്ലാണ്ട് കുട്ടികൾക്ക് ഇടാൻ കുറച്ച് പാടാണ് കേട്ടോ. കുറച്ചൊരു 3 മാസം കഴിയാണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും നല്ല ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ചെറിയ റൗമ്പർ പോലത്തെ ഡ്രസ്സ് മാത്രമേ ഇപ്പോൾ ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ ലീന ബേബിൻ്റെ ഡ്രസ്സ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. ബൈ.